എല്ലാവർക്കും നമസ്കാരം. ഫ്ലവർ ടു ഫ്ലവറിന്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പേജ് നമ്പർ 37 ഫ്ലോട്ടിംഗ് വിത്ത് ദ വിൻഡ്. ഫ്ലോട്ടിംഗ് വിത്ത് ദ വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാവ് യു സീൻ ദ ഫ്ലവേഴ്സ് ഓഫ് പാഡി? ഹാവ് യു നോട്ടീസ് ദ ഫ്ലട്ടറിംഗ് പാഡി ഫ്ലവേഴ്സ്? അതായത് നമ്മൾ ഇതുവരെ പഠിച്ചത് പൂക്കളിൽ പരാഗണം നടക്കുന്നത്, അതായത് പോളിനേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഈ ബട്ടർഫ്ലൈസ്, ബീറ്റിൽ അല്ലെങ്കിൽ ഹണി ബീ അങ്ങനെയുള്ള ജീവികളൊക്കെ, ഇൻസെക്ട്സ് വന്ന് ഓരോ പൂക്കളിൽ വന്നിരുന്ന് അങ്ങനെ ഒരു പൂവിൽ നിന്ന് മറ്റേ പൂവിൽ പോയിരിക്കുമ്പോൾ അവയുടെ കാലുകളിലൊക്കെ പറ്റിയിരിക്കുന്ന ഈ പരാഗരേണുക്കൾ എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻസ്, അത് വേറെ പൂവിൽ വന്ന് വീണ് അങ്ങനെയൊക്കെ നടക്കും. അങ്ങനെയൊക്കെ ഈ പോളിനേഷൻ നടക്കും. പക്ഷെ ഈ ജീവികൾ മാത്രമല്ല പരാഗണം നടത്തുന്നത്. ഇങ്ങനെ പോളിനേറ്റിംഗ് ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇവർ മാത്രമല്ല. കാറ്റ്, മഴ, ഇതിനൊക്കെ ഈ ഒരു കാര്യത്തിൽ ഒരു റോളുണ്ട്. അപ്പോൾ അങ്ങനെ കാറ്റത്ത് പോകുന്നവരെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. വാട്ടർ ആൻഡ് വിൻഡ് ആർ ഓൾസോ പോളിനേറ്റിംഗ് ഏജൻസ്. വെള്ളവും വായു, കാറ്റും എല്ലാം പോളിനേറ്റിംഗ് ഏജൻസ് ആണ്. പോളിനേഷൻ ഇൻ പ്ലാന്റ്സ് ലൈക്ക് പാഡി, വീറ്റ്, മെയ്സ്, ഷുഗർ കെയിൻ ഒക്കേഴ്സ് ത്രൂ വിൻഡ്. അപ്പോൾ കാറ്റത്ത് ഇങ്ങനെ എന്താ പറയുക, പോളിനേഷൻ നടക്കുന്നത് ആ പരാഗരേണുക്കൾ, അതായത് ഈ പറഞ്ഞ പോളൻ ഗ്രെയിൻസിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കുമോ? വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും അല്ലേ? ഭയങ്കര വെയിറ്റ് കുറവായിരിക്കും. എന്നാലേ കാറ്റത്ത് അതിന് ഇങ്ങനെ പറന്നു പോകാൻ പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല ലാർജ് നമ്പർ ഓഫ് ഗ്രെയിൻസും ഉണ്ടായിരിക്കും. കുറെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് എണ്ണം ഉണ്ടെങ്കിലാണ് അത് കാറ്റത്ത് എങ്ങോട്ടൊക്കെയാണ് പോവാന്ന് പറയാൻ പറ്റില്ല. കൃത്യം വേറെ പൂവിൽ തന്നെ ചെന്ന് വീഴും ഒരു കാറ്റടിച്ചാലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതേസമയം ശലഭങ്ങളുടെ കാലിലൊക്കെ പറ്റി പിടിച്ചിട്ടാകുമ്പോൾ അവറ്റങ്ങൾ അടുത്ത പൂവിൽ ചെന്നിരിക്കുമ്പോൾ എങ്ങനെയല്ല ആ പൂവിൽ വീഴുമെന്ന് വിചാരിക്കാം. പക്ഷെ കാറ്റത്ത് പോകുമ്പോൾ ഇത് ഒരു കാറ്റടിക്കുമ്പോൾ ഈ വിത്തല്ല, ഈ പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് പോകുമ്പോൾ അത് എവിടേക്കൊക്കെ എത്തും? കുറേയെല്ലാം നാശമായി പോകും. എവിടെയും കറക്റ്റ് സ്ഥലത്ത് ചെന്ന് സ്റ്റിഗ്മയിൽ വന്ന് വീഴണമല്ലോ, അവിടെ ഒന്നും വീഴാണ്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ചെന്ന് പോയി വീണിട്ട് അത് സ്റ്റിഗ്മയിൽ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആ സെയിം സ്പീഷീസിൻ്റെ തന്നെയാവണം. വേറെ ഏതെങ്കിലും പൂവിൻ്റെ സ്റ്റിഗ്മയിൽ ചെന്ന് വീണിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് നശിച്ചു പോയുള്ളൂ. അതുകൊണ്ടൊരു ഉപകാരമില്ല. അപ്പം സെയിം സ്പീഷീസിൻ്റെ സെയിം ടൈപ്പ് ഓഫ് പ്ലാന്റിൻ്റെ തന്നെ പൂവിൽ വന്നിട്ട് വീഴണം. അപ്പോഴാണ് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. മനസ്സിലായ? അപ്പോൾ കാറ്റ് ഈ പരാഗണം നടത്തുന്ന അല്ലെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ഏത് തരം സ്പീഷീസിലാണോ അവയ്ക്ക് ലാർജ് നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ ഒരു 10,000 എണ്ണം പോകുമ്പോൾ അതിൻ്റെ ഒരു 10 എണ്ണമെങ്കിലും കറക്റ്റ് സ്ഥലത്ത് ചെന്ന് വീഴുള്ളൂ അല്ലേ? അപ്പോൾ കണ്ടമാനം എണ്ണം പോളൻ ഗ്രെയിൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. എന്ന പോലെ ലൈറ്റ് വെയിറ്റും ആയിരിക്കണം. വളരെ വെയിറ്റ് കൂടിയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആണെങ്കിൽ കാറ്റത്ത് പറന്നു പോവില്ല അല്ലേ? അപ്പോൾ ലൈറ്റ് വെയിറ്റും ആയിരിക്കണം, പിന്നെ കുറേ എണ്ണം ഉണ്ടായിരിക്കണം. വാട്ടർ ആൻഡ് വിൻഡ് അത് പറഞ്ഞു. പോളിനേഷൻ പ്ലാന്റ്സ് ലൈക്ക് പാഡി, അത് ഏത് തരം ചെടികളിലാണ് നടക്കുന്നത്? പാഡി, വീറ്റ്, മെയ്സ്, ഷുഗർ കെയിൻ, ഇതൊക്കെയാണ് വിൻഡിലൂടെ, കാറ്റിലൂടെ പോളിനേഷൻ നടക്കുന്നത്. ദ പോളിനേറ്റിംഗ് ഏജന്റ് ഇൻ പെപ്പർ പ്ലാന്റ്. ഇനി പെപ്പർ പ്ലാന്റിന്റെ എന്താണ്? കുരുമുളകില് ഈസ് വാട്ടർ. വെള്ളമാണ് പെപ്പർ പ്ലാന്റിൽ ഇങ്ങനെ പരാഗണം, അതായത് പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? പെപ്പറിൽ പോളിനേഷൻ നടക്കുന്നത് ഏത് സീസണിലായിരിക്കും? അപ്പോൾ റെയിനി സീസണിലായിരിക്കും അല്ലേ? ഇൻ വിച്ച് സീസൺ ഡസ് പോളിനേഷൻ ഒക്കെ പെപ്പർ പ്ലാന്റ്? യെസ്, പെപ്പർ പ്ലാന്റിൽ ഏത് സീസണിലായിരിക്കും നടക്കുന്നുണ്ടാവുക? വാട്ടർ ആണ് അതിന്റെ പോളിനേറ്റിംഗ് ഏജന്റ് അല്ലേ? അപ്പോൾ റെയിനി സീസൺ. ഇനി ഇവിടെ കുറച്ച് ഇതുകൾ തന്നിരിക്കുന്നു, അതായത് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട് ഫ്ലവേഴ്സിന്റെ. അപ്പം അതിൽ ആ ഫ്ലവേഴ്സിൽ പോളിനേറ്റിംഗ് ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരായിരിക്കുന്നു? ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് എഴുതാനാണ് പറയുന്നത്. ലൈറ്റ് വെയിറ്റ് പോളൻ ഗ്രെയിൻസ് ആണെങ്കിൽ, ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കനം കുറഞ്ഞത്, തീരെ ഭാരം ഇല്ലാത്ത പോളൻ ഗ്രെയിൻസ് ആണെങ്കിൽ താഴെ ബോക്സിൽ വാട്ടർ തന്നിട്ടുണ്ട്, മൂത്ത്, വിൻഡ്, ഹണി ബി. അതിലത്തെ ഏതായിരിക്കും പോളിനേറ്റിംഗ് ഏജന്റ്? വിൻഡ് ആയിരിക്കും അല്ലേ? കളർഫുൾ ഫ്ലവേഴ്സ്, നല്ല അട്രാക്റ്റീവ് കളറൊക്കെ ഉള്ള ഫ്ലവേഴ്സ് ആണെങ്കിൽ അവിടെ ആരായിരിക്കും വരിക? ഹണി ബി അല്ലേ? വൈറ്റ് ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലൂം അറ്റ് നൈറ്റ്. രാത്രി വിടരുന്ന പൂക്കളുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാത്രി വിടരുന്ന പൂക്കൾക്കൊക്കെ നല്ല വെള്ള നിറമായിരിക്കുന്നു. മാത്രമല്ല
ഒരു ഭയങ്കര നല്ല സുഗന്ധമായിരിക്കും. കാരണം രാത്രിയിൽ പരാഗണം നടക്കുമ്പോൾ ഈ ഷഡ്പദങ്ങൾക്ക്, ഇൻസെക്ട്സിന് ഈ പൂക്കളെ കാണണമെങ്കിൽ വേറെ കളറുകൾ കാണില്ല, പെട്ടെന്ന് വെള്ള കളറുകളാണ് കാണുക, നന്നായിട്ട് കാണും അല്ലേ. ബാക്കി കളറിനേക്കാളും വൈറ്റ് കളർ ആകുമ്പോഴാണ് കാണാനും എളുപ്പം. മാത്രമല്ല മണം ഭയങ്കര, ഇപ്പം മുല്ലപ്പൂവ് ഒക്കെ രാത്രിയിലാണ് വിടരുക, അപ്പോൾ ആ മണം പിടിച്ചു പോകാനും പറ്റും. അപ്പോൾ ഇതിനൊക്കെ അട്രാക്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഓർഡർ ആയിരിക്കും, നല്ല സ്മെല്ലും ആയിരിക്കും. പിന്നെന്താ, വൈറ്റ് കളറായിരിക്കും. അപ്പോൾ വൈറ്റ് ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലൂം അറ്റ് നൈറ്റ്, രാത്രി വിടുന്ന വൈറ്റ് ഫ്ലവേഴ്സിനെ ആരായിരിക്കും പോളിനേറ്റിംഗ് ഏജന്റ് ആയിരിക്കുക? വാട്ടർ ഉണ്ട്, ഇനി ബാക്കി മോത്തുണ്ട്. മോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിലൊക്കെ ഈയാമ്പാറ്റയൊക്കെ പോലെ രാത്രിയിൽ പറന്ന് നടക്കുന്ന നിശാശലഭങ്ങളെയൊക്കെ പറയുന്നതാണ് മൂത്ത്. അപ്പോൾ അതായിരിക്കും രാത്രിയിൽ വിടുന്ന പൂക്കളിൽ പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പോളിനേഷൻ ഇൻ മോയ്സ്ചറിൽ അതായത് ഈർപ്പത്തിൽ പോളിനേഷൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? വാട്ടർ. ഇനി അടുത്ത ഭാഗം എന്താണ്? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, അതായത് കൃത്രിമമായിട്ടുള്ള പരാഗണം. അതായത് ഇത് ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞത് നമ്മളായിട്ട് ചെയ്യിപ്പിക്കുന്നതല്ല, ഇതൊന്നും നാച്ചുറലി നടക്കുന്ന കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ മാൻമെയ്ഡായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലി ചെയ്യുന്ന പോളിനേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് എന്താണെന്ന് നോക്കാം. പോളൻ ഗ്രെയിൻസ് ഫ്രം സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സ് ആർ കളക്ടഡ് ആൻഡ് ഡസ്റ്റഡ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് അതർ പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി സീഡ്സ്. അതായത് ഹൈ ക്വാളിറ്റി സീഡുകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, നല്ല ക്വാളിറ്റിയുള്ള വിത്ത് ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നല്ല സുപ്പീരിയർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഉയർന്ന ക്വാളിറ്റിയുള്ള പ്ലാന്റ്സിൻ്റെ ഈ പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്തിട്ട് അത് തമ്മിൽ പരാഗണം നടന്നാലല്ലേ അതിൻ്റെ ഉണ്ടാകുന്ന വിത്തുകളും നല്ല വിത്തായിരിക്കുള്ളൂ അല്ലേ. അപ്പോൾ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സുകൾ തമ്മിൽ പരാഗണം നടക്കാൻ നമ്മൾ തന്നെ അതിൻ്റെ ഗ്രെയിൻസ് കളക്ട് ചെയ്തിട്ട് സ്റ്റിഗ്മയിൽ നമ്മൾ തന്നെ നിക്ഷേപിക്കുന്നു. ദിസ് ഈസ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. A variety of honeybee called melipona pollinates the vanilla that grows in Mexican forest. മെക്സിക്കൻ കാടുകളിൽ ഉള്ള നല്ല ഒരു തരം എന്താ പറയുക, വാനിലയിലെ പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് ആരാണ് ചെയ്യുന്നത്? ഈ പോളിനേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു പ്രത്യേക തരം ഹണിബിയാണ്. മെലിപോണ എന്നാണ് അതിൻ്റെ പേര്. We had to adopt artificial pollination to cultivate vanilla in our country as there were no melipona bees. അപ്പം നമ്മൾ ഇവിടെ വാനില കൃഷി ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഇല്ലേ. കേരളത്തിൽ കൃഷി ചെയ്യുമ്പോൾ ഈ മെക്സിക്കൻ കാട്ടിലുള്ള മെലിപോണ ഇങ്ങോട്ട് വരുമോ ഇവിടെ പരാഗണം നടത്താനായിട്ട്? അപ്പം നമുക്ക് എന്താ ചെയ്യുക? നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തും വാനിലയിൽ. അപ്പം അങ്ങനെ ചില സമയങ്ങളിൽ നല്ല ഹൈ ക്വാളിറ്റി സീഡുകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സുകൾ തമ്മിൽ നമ്മൾ ഈ പോളിനേഷൻ ചെയ്യും, ആർട്ടിഫിഷ്യൽ. അതുപോലെ ചില പ്രത്യേക വെറൈറ്റി വേറെ രാജ്യങ്ങളിൽ വളരുന്ന ചെടികൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ അവിടെ പോളിനേറ്റിംഗ് ഏജൻ്റായിട്ട് ആരാണോ നിൽക്കുന്ന ആ പ്രാണികൾ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനും നമ്മൾ പോളിനേഷൻ നടത്താൻ നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇനി ദ ജേർണി ഓഫ് പോളൻ ഗ്രെയിൻസ്. ഇനി ഒരു പോളൻ ഗ്രെയിൻസിൻ്റെ ജേർണി, അതായത് എന്താണ് പറയുന്നത്? പോളൻ ഗ്രെയിൻസ് ഓഫ് പംകിൻ ഫ്ലവർ ഫോളിങ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ആഷ്ഗോഡ് ഫ്ലവർ. പോളൻ ഗ്രെയിൻസ് ഓഫ് ആഷ്ഗോഡ് ഫ്ലവർ ഫോളിങ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് അനദർ ആഷ്ഗോഡ് ഫ്ലവർ. അതായത് ഒരേ വെറൈറ്റിയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരേ വെറൈറ്റിയിലുള്ള ചെടികളുടെ പൂക്കളിലത്തെ പോളൻ ഗ്രെയിൻസ് അതേ വെറൈറ്റിയിലുള്ളത് വന്ന് വീണാൽ തന്നെ അവിടെ ഈ മെയിൽ ഗാമറ്റ്സ് ആൻഡ് എഗ്ഗും കൂടിയിട്ട് ചേർത്തുള്ള ഫ്യൂഷൻ നടന്ന് നമുക്ക് ഈ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. അതല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ തരം പൂക്കളുടെ ഈ പൂങ്കൊടി എന്താ പറയുക, ഈ പരാഗരേണുക്കൾ വന്നിട്ട് വേറെ ഏതെങ്കിലും ചെടിയിൽ വന്ന് വീണാൽ ഒരു കാര്യമില്ല, അത് അവിടെ കിടന്ന് നാശമായി പോവുകയുള്ളൂ. Pollination becomes effective when the pollen grains fall on the stigma of flowers of the same kind. Pollen grains that fall on the stigma of other kinds of flowers may get destroyed. അത് നശിച്ചു പോവുകയുള്ളൂ. ഇനി ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ട് സെൽഫ് പോളിനേഷൻ നടക്കുന്നത്. അതായത് ഈ ഒരു ആദ്യത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു ഒരു ചെമ്പരത്തി പൂവ്. അതേ പൂവിൻ്റെ തന്നെ പോളൻ ഗ്രെയിൻസ് അതേ പൂവിൻ്റെ തന്നെ ഓവറിയിലേക്ക് പോകുന്നു. അപ്പം അതിൻ്റെ സെൽഫ് പോളിനേഷൻ എന്ന് പറയും. അതിനെ മാത്രമല്ല സെൽഫ് പോളിനേഷൻ എന്ന് പറയാം. സെൽഫ് എന്ന് പറഞ്ഞാൽ അറിയില്ല, സ്വയം.
അപ്പോൾ സ്വന്തം ഒരു പൂവിൻ്റെ ആ ചെമ്പരത്തി പൂവിൻ്റെ പ്രത്യേകത എന്താണ്? ചെമ്പരത്തി പൂവിൻ്റെ നല്ല ചിലതരം പൂക്കളിൽ 2 മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരേ പൂവിൻ്റെ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലുള്ള ആ പോളൻ ഗ്രെയിൻസ് അതേ പൂവിൻ്റെ തന്നെ ഈ എന്താ പറയുക ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലേക്ക് പോകുമ്പോൾ വീഴുകയാണെങ്കിൽ അവിടെ എന്നിട്ട് അവിടെ ഇത് നടക്കുകയാണെങ്കിൽ പരാഗണം നടക്കുന്നതിന് സെൽഫ് പോളിനേഷൻ എന്ന് പറയും. ഇനി അതേപോലെ തന്നെ ഒരേ ചെടിയിലെ തന്നെ 2 പൂക്കൾ, അപ്പോൾ ആ ഒരു പൂവിൻ്റെ അതേ ചെടി തന്നെ വേറൊരു ചെമ്പരത്തി പൂവിലേക്ക് വീഴുകയാണെങ്കിൽ അടുത്ത ചിത്രം, അതും സെൽഫ് പോളിനേഷൻ തന്നെ. ഇനി ഒരു ചെടിയുടെ പൂവ് ഒരു ചെടിയുടെ പൂവിലുള്ള പോളൻ ഗ്രെയിൻസ് വേറെ ചെടിയുടെ പൂവിലത്തെ പോളൻ ഗ്രെയിൻസിലേക്ക് വീഴുകയാണെങ്കിൽ അതിനെന്ത് പറയും? ക്രോസ് പോളിനേഷൻ എന്ന് പറയും. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വിതറിംഗ് പെറ്റൽസ്. പെറ്റൽസ് ഇങ്ങനെ വാടി പോവുക. പെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഇതളുകൾ. ആഫ്റ്റർ പോളിനേഷൻ ദ മെയിൽ ഗാമറ്റ് റീച്ചസ് ദ ഓവറി ആൻഡ് ഫ്യൂസസ് വിത്ത് ദ എഗ് ടു ഫോം ഫ്രൂട്ട്. ആ പോളിനേഷൻ നടക്കുന്നത് വരയ്ക്ക് എങ്ങനെയാണ് പോളിനേഷൻ നടക്കുന്നതെന്ന് ഇതുവരെ നമ്മൾ പറയും. ഇനി പോളിനേഷന് ശേഷം എന്ത് സംഭവിക്കും? ഓക്കെ, പോളിനേഷൻ നടന്നു, ഒരു പൂവിൻ്റെ മെയിൽ ഗാമറ്റ്സ് ഈ സ്റ്റിഗ്മയിൽ വന്ന് വീണു. ഇനി ആ സ്റ്റിഗ്മയിൽ നിന്നും ആ പോളൻ ഗ്രെയിൻസിൻ്റെ ഉള്ളിലുള്ള മെയിൽ ഗാമറ്റ്സ് അത് ഈ സ്റ്റിഗ്മയുടെ ഉള്ളിൽ ഈ ഓവറിയിലേക്ക് എത്തി എഗ്ഗുമായിട്ട് കൂടിച്ചേർന്നു. ഫ്യൂസസ് തമ്മിൽ ചേർന്ന് എന്തുണ്ടാകുന്നു? ടു ഫോം ഫ്രൂട്ട് ഉണ്ടാവുകയാണ്. ആ ചെടിയുടെ എന്താണോ ഫ്രൂട്ട് അത് ഉണ്ടാകുന്നു. ഹാവ് യു നോട്ടീസ് ദ വിതറിംഗ് ഓഫ് പെറ്റൽസ് ആൻഡ് ആൻഡ്രോയിസിയം ഡ്യൂറിംഗ് ദ സ്റ്റേജ്? ഇതിന് ശേഷം പൂവിന് എന്ത് സംഭവിക്കും? പൂവിൻ്റെ ഇതളുകൾക്കും ഈ ആൻഡ്രോയിസിയത്തിനൊക്കെ എന്ത് സംഭവിക്കും? ഇതൊക്കെ വാടിപ്പോവും ഇല്ലേ? യൂസിങ് ദ ഹാൻഡ് ലെൻസ് ഒബ്സർവ് ദ പെറ്റൽസ് ഓഫ് ഫ്ലവർ ദാറ്റ്. അത് നിങ്ങൾ ഹാൻഡ് ലെൻസ് വെച്ച് നോക്കിക്കോ. ഇനി എന്താ പറയുന്നത് ഇവിടെ? ഓരോ സാധനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? അപ്പോൾ നമ്മൾ ഒരു പൂവിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ആൻഡ്രോയിസിയം, ജിനോയിസിയം, കൊറോള, അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ കൊറോളയ്ക്ക് എന്താ സംഭവിക്കുക? കൊറോള എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവിൻ്റെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് ഇതളുകൾ. ആ ഇതളുകൾക്ക് എന്ത് സംഭവിക്കുക? ഒരു പൂവിന് പരാഗണം നടന്നത് അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒക്കെ ആകുമ്പോൾ ആ പൂവിന് എന്താ സംഭവിക്കുക? അത് വാടും. ആ പൂവിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ആ സ്റ്റൈൽ അല്ലെങ്കിൽ അതിനോട് ചേർത്തുള്ള മറ്റേ ആൻഡ്രോയിസിയത്തിന് എന്ത് സംഭവിക്കും? അതും വാടിപ്പോവും ഇല്ലേ? ഇനി അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഓവറി, ഒവിയൂൾ, പിന്നെന്താണ് പെഡിസൽ, അതിനൊക്കെ എന്താ സംഭവിക്കുക? തലാമസിനൊക്കെ എന്താ സംഭവിക്കുക? പെഡിസൽ എന്ത് സംഭവിക്കും? പെഡിസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂവിനെയും പ്ലാന്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ തണ്ടാണ്. ആ തണ്ടിന് എന്താ സംഭവിക്കുക? ആ തണ്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആവും. ഇപ്പോൾ ഒരു എന്താ പറയുക, പംകിൻ ചെടിയിലുണ്ടായ പൂവാണെന്ന് വിചാരിക്കൂ. ആ പൂവിൽ പെൺപൂവ്, അതിൽ പെൺപൂവും ആൺപൂവും വേറെ ഉണ്ടാവും ഇല്ലേ? ആ പെൺപൂവിൽ പരാഗണം സംഭവിച്ചു. അപ്പോൾ ആ പെൺപൂവിൻ്റെ അടിയിൽ മറ്റേ പംകിൻ ഉണ്ടാവാൻ തുടങ്ങുകയാണ്. അപ്പോൾ പൂ കൊഴിഞ്ഞു പോകും. പൂ വാടിയിരിക്കും, ചിലപ്പോൾ കൊഴിഞ്ഞ് അതുമ്പോൾ തന്നെ ഉണങ്ങി ഇങ്ങനെ ഇരിക്കും. കൊഴിഞ്ഞിങ്ങനെ നിലത്ത് വീണ് പോയി വരില്ല. അപ്പോൾ അതിൻ്റെ തണ്ടിന് എന്താ സംഭവിക്കുക? തണ്ട് പൂവായിരുന്ന സമയത്ത് ആ എന്താ പറയുക പെഡിസൽ എങ്ങനെയിരുന്നോ അതേ സോഫ്റ്റിൽ തന്നെ പംകിൻ ഉണ്ടാവുമ്പോഴും ആയാൽ ശരിയാവില്ല. ആ തണ്ടിന് കനം കൂടണം അല്ലേ? കാരണം ഇനി ഫ്രൂട്ടിനെ താങ്ങി നിർത്തുകയാണ്. ആ ഫ്രൂട്ടിനെയും പ്ലാന്റിനെയും തമ്മിലാണ് ഇനി ഈ പെഡിസൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ പെഡിസൽ എന്ത് വേണം? സ്വയം ഒന്നുകൂടി സ്ട്രോങ് ആവണം. ഈ ഫ്രൂട്ടിനെ പിടിച്ചു നിർത്തേണ്ടതാണ് ചെടിയോട്. അപ്പോൾ എന്ത് സംഭവിക്കും? അത് കൂടുതൽ സ്ട്രോങ് ആയി മാറും. ഇനി തലാമസിന് എന്താ സംഭവിക്കുക? അതും സ്ട്രോങ് ആയി മാറും. ഇനി കാലിക്സിന് എന്താ സംഭവിക്കും? നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അതും സ്ട്രോങ് ആയി മാറും. കൊറോളയ്ക്ക് എന്താ സംഭവിക്കുക? അത് വാടി വീണുപോകും. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത പേജിൽ? എക്സാമിൻ ദ പിക്ചറുകൾ നോക്കൂ. ആഷ് ഗോഡ് ഫ്ലവർ, ആഷ് ഗോഡിൻ്റെ ലോങ്ങിറ്റ്യൂഡിനൽ ക്രോസ് സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ സീഡൊക്കെ കൊടുത്തിരിക്കുന്നു. വിച്ച് പാർട്ട് ഗ്രോസ് ഇൻ ടു സീഡ്? അതായത് ഒരു ചെടിയുടെ ഇപ്പം നമ്മൾ ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞു. ആൻഡ്രോയിസിയത്തിന് എന്ത് സംഭവിക്കും? തലാമസ് എന്തായി, കൊറോള എന്തായി എന്നൊക്കെ പറഞ്ഞു. ഈ ജിനോയിസിയം ഉണ്ടല്ലോ, അതായത് എന്താ പറയുക ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, അതിൻ്റെ ഓവറിക്ക് എന്താ സംഭവിക്കുക? അതിൻ്റെ ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്.
ഇനി അതിൻ്റെ ഒവിയൂൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ഉള്ളിലുള്ള ഒവിയൂൾ എന്താകും? ആ ഒവിയൂളാണ് സീഡായിട്ട് മാറുന്നത്. മനസ്സിലായ? ഓവറി എന്തായി മാറും? ഓവറി ഇപ്പൊ മാംഗോ ഫ്ലവർ കാണിച്ചിരിക്കുന്നു. ഓൺലി വൺ ഫ്രൂട്ട്. ഒബ്സർവ് ദ ഫിഗേഴ്സ് ഗിവൺ ബിലോ. മാംഗോന്റെ ഫ്ലവർ, മാംഗോ മാവുമ്മൽ ഉണ്ടാകുന്ന പൂക്കൊല, കൊലയിട്ടാണ് പൂക്കൾ ഉണ്ടാവുക അല്ലെ. അതിൽ ഒരു പൂവ് എടുത്ത് നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ എന്താണ് കാണാൻ സാധിക്കുക? അതിൻ്റെ ഉള്ളില് ഒരു ഓവറി ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ഓവറിയുടെ ഉള്ളിൽ ഒരു ഒവിയൂൾ ആണ് ഉള്ളത്. ഒരു ഒവിയൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ഓവറി എന്തായിട്ട് മാറും? ഓവറി ഫ്രൂട്ടായിട്ട് മാറും. അതായത് മാങ്ങ എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? മാങ്ങ. അപ്പൊ ഈ ഓവറി മാങ്ങയായിട്ട് മാറും. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒവിയൂളാണ് അതിൻ്റെ വിത്തായിട്ട് മാറുന്നത്, അതിൻ്റെ സീഡായിട്ട് മാറുന്നത്. മാങ്ങയ്ക്ക് എത്ര സീഡ് ഉണ്ടായിരിക്കും? ഒരൊറ്റ സീഡ് ഉണ്ടായിരിക്കുള്ളൂ മാങ്ങയുടെ ഉള്ളിൽ അല്ലെ. അപ്പൊ ഒരു ഒവിയൂൾ ഉള്ള പൂവാണെങ്കിൽ ആ പൂവിൽ നിന്നും മാറി ആ പൂവ് മാറി ഫ്രൂട്ടായിട്ട് മാറുമ്പോൾ ആ ഫ്രൂട്ടിന് എത്ര സീഡ്സ് ഉണ്ടായിരിക്കും? ഒരൊറ്റ സീഡേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഒവിയൂളിന്റെ എണ്ണത്തിനനുസരിച്ച് സീഡുകളുടെ എണ്ണത്തിന് മാറ്റം സംഭവിക്കും. ഇനി ടൊമാറ്റോ ഫ്ലവറിന്റെ ഒവിയൂളും ഓവറിയും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒവിയൂളിൽ കുറേ ഒവിയൂൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ സീഡുകളും കുറേ ഉണ്ടായിരിക്കും. Only one fruit is formed from each flower. These fruits are called simple fruits. ഒരൊറ്റ പൂവിൽ നിന്നും ഒരൊറ്റ ഫ്രൂട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അങ്ങനത്തെ തരം ഫ്രൂട്ട്സിനെ പറയുന്നതാണ് സിമ്പിൾ ഫ്രൂട്ട്സ്. ഒരു പൂവ് കൊഴിഞ്ഞു പോയി ആ പൂവിൻ്റെ സ്ഥാനത്ത് ഒരു ഫ്രൂട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ഫ്രൂട്ടിനെ പറയുന്നതാണ് സിമ്പിൾ ഫ്രൂട്ട്. Add more to the examples of simple fruits in your science diary. How many seeds are there in a mango? ഒരെണ്ണം. Does a tomato have only one seed? No. What may be the reason for the difference in the number of seeds? എന്തുകൊണ്ടാണ് ഇങ്ങനെ സീഡുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നത്? മാംഗോയുടെ ഫ്ലവറിൽ ഒരു ഒവിയൂളേ ഉള്ളൂ, അതുകൊണ്ട് ഒവിയൂളാണ് സീഡായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു ഒവിയൂൾ ഉള്ള ഫ്ലവർ ആണെങ്കിൽ അതിലുണ്ടാകുന്ന ഫ്രൂട്ടിന് ഒരൊറ്റ സീഡേ ഉണ്ടാവുള്ളൂ. മോർ ദാൻ വൺ ഒവിയൂൾ ആണെങ്കിലോ, പൂവിൻ്റെ ഉള്ളിൽ ഒന്നിലധികം ഒവിയൂൾസ് ഉണ്ടെങ്കിൽ ആ ഫ്ലവർ ഫ്രൂട്ടായിട്ട് മാറുമ്പോൾ അതിലൊന്നിലധികം സീഡുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ടൊമാറ്റോൻ്റെ ഫ്ലവറിൽ എന്തായിരിക്കും? കുറേ ഒവിയൂൾസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ടൊമാറ്റോൻ്റെ ഉള്ളിൽ കൂടുതൽ വിത്തുകളും ഉണ്ടാവുന്നത്. ഇനി എന്താ പറയുന്നത്? വൺ ഫ്ലവർ മെനി റൂട്ട്സ്. അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് എന്തായിരുന്നു? ഒരു ഫ്ലവർ ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫ്ലവറിൽ നിന്നും ഒരൊറ്റ ഫ്രൂട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരം ഫ്രൂട്ടിന് സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു അല്ലേ? സിമ്പിൾ ഫ്രൂട്ട്സ് ആണ് എന്ന് പറയും. ഇനി ഒരു ഫ്ലവറിൽ നിന്ന് മെനി ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന തരം ചെടികളും ഉണ്ട്. ഹാവ് യു സീൻ ഫ്രാങ്കിപാനി ഫ്ലവേഴ്സ്? ഫ്രാങ്കിപാനി ഫ്ലവേഴ്സ്, ചെമ്പകം അല്ലേ? അത് ഒരെണ്ണം എടുത്തിട്ട് അത് ഒബ്സർവ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ പെറ്റൽസ് ഒക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ജിനോയ്സിയെ നോക്കി കഴിഞ്ഞാൽ എന്താ കാണാൻ സാധിക്കുക? ഡസ് ദ ഫ്ലവർ ഹാവ് ഓൺലി വൺ ഓവറി? ഒരു ഓവറിയ ഉള്ളൂ എന്ന്. ഒരു ഓവറി അല്ല, കൂടുതൽ ഓവറി ഉണ്ടായിരിക്കും. ഇഫ് സോ ഹൗ മെനി ഫ്രൂട്ട്സ് മേ ബി? അപ്പൊ കൂടുതൽ ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഒവിയൂൾ എന്താവും? വിത്താകും. ഒന്നിലധികം ഒവിയൂൾ ഉണ്ടെങ്കിൽ ഒന്നിലധികം വിത്ത് ഉണ്ടാവും. എന്ന പോലെ ഒന്നിലധികം ഓവറി ഒരു ഫ്ലവറിനുണ്ടെങ്കിൽ ആ ഒരൊറ്റ ഫ്ലവറിൽ നിന്നും ഒന്നിലധികം ഫ്രൂട്ട്സും ഉണ്ടാകും. ഇഫ് മോർ ദാൻ വൺ ഫ്രൂട്ട് ഈസ് ഫോംഡ് ഫ്രം എ ഫ്ലവർ, ഒരു ഫ്ലവറിൽ നിന്നും മോർ ദാൻ വൺ, ഒരെണ്ണത്തിനേക്കാൾ കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ സച്ച് ഫ്രൂട്ട്സ് ആർ കോൾഡ് അഗ്രഗേറ്റ് ഫ്രൂട്ട്സ്. അപ്പോൾ ഒരൊറ്റ ഫ്ലവറിൽ നിന്ന് ഒരൊറ്റ ഫ്രൂട്ട് ഉണ്ടാകുന്നുള്ളെങ്കിൽ അതിന് എന്ത് പറയുന്നത്? സിമ്പിൾ ഫ്രൂട്ട്സ്. ഇത് ഒരു ഫ്ലവറിൽ നിന്നും ഒന്നിലധികം ഫ്രൂട്ട്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത്തരം ഫ്രൂട്ട്സിന് എന്ത് പറയും? അഗ്രഗേറ്റ് ഫ്രൂട്ട്സ് പറയും. കസ്റ്റാർഡ് ആപ്പിൾ, ബ്ലാക്ക്ബെറി, പൊലിയാത്തിയ ഫ്രൂട്ട് ആർ എക്സാമ്പിൾസ് ഓഫ് അഗ്രഗേറ്റ് ഫ്രൂട്ട്സ്. ഇനി എന്താ പറയുന്നത്? ലുക്ക് വൺ തോ നോട്ട് വൺ. ഒരെണ്ണമായിട്ട് തോന്നും, പക്ഷെ ഒരെണ്ണമല്ല. അതെന്താണ്? അത് ജാക്ക് ഫ്രൂട്ടിൻ്റെ. അത് ജാക്ക് ഫ്രൂട്ട് ശരിക്കും ഒരു അത്ഭുത ഫ്രൂട്ടാണ് അല്ലേ? ഹാവ് യു സീൻ ദ ഫ്ലവർ ഓഫ് ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ഫ്ലവർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. സത്യത്തിൽ അതിന് കുറേ ഫ്ലവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. മെനി സ്മോൾ ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ഓൺ എ സ്റ്റോക്ക്. ഒരു തണ്ടുമേ കുറേ കുഞ്ഞു 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 ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത പോലെയായിരിക്കും ഈ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഫ്ലവർ. ഇനി
പ്ലാവുമേ ഇത് ഉണ്ടാവുമ്പോൾ നോക്കണം. ഒബ്സർവ് ദ ഇൻഫ്ലോറസൻസ് ഓഫ് ദ ജാക്ക് ട്രീ യൂസിങ് എ ഹാൻഡ് ലെൻസ്. അപ്പോൾ നമുക്ക് ഹാൻഡ് ലെൻസ് വെച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ഇൻഫ്ലോറസൻസ് ഓഫ് ദ ജാക്ക് ട്രീ, അതായത് ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂങ്കുല, അത് നമുക്ക് ഹാൻഡ് ലെൻസ് വെച്ച് നോക്കണം, അപ്പോഴേ കാണാൻ പറ്റുള്ളൂ. ദർ ആർ ഹൺഡ്രഡ്സ് ഓഫ് ഫ്ലവേഴ്സ് ഇൻ ഇൻഫ്ലോറസൻസ് ഓഫ് എ ജാക്ക് ട്രീ. ഒരു മരത്തിൽ ഒരു പൂക്കുലയിൽ ഹൺഡ്രഡ്സ് ഓഫ് ഫ്ലവേഴ്സ് ആണ് ഉണ്ടാവുക. പക്ഷേ ഒരു ഫ്ലവർ നമ്മളെങ്ങനെയാണ് പഠിച്ചാൽ ഒരു ഫ്ലവറിൽ നിന്ന് ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ മെനി ഫ്രൂട്ട്സ്, അങ്ങനെയല്ലേ? ഈ ജാക്ക് ഫ്രൂട്ടിന് പക്ഷെ അങ്ങനെയല്ല, ഒരൊറ്റ തണ്ടുമ്മേ നൂറുകണക്കിന് പൂക്കൾ ഉണ്ടായിരിക്കും. ഇനി ഈ പൂക്കള് എന്തായി മാറുമെന്നറിയാമോ? ഈച്ച് സച്ച് ഫ്രൂട്ട് ഈസ് ചക്കച്ചുള ആൻഡ് സീഡ് ചക്കക്കുരു. അതായത് ഒരു തണ്ടുമ്മേ കുറേ നൂറുകണക്കിന് പൂക്കൾ ഉണ്ടായിരിക്കും, നൂറിലധികം പൂക്കൾ ഉണ്ടായിരിക്കും. അതിലത്തെ ഓരോ പൂവും ഓരോ ചക്കയായിട്ടല്ല മാറുക, ചക്കയുടെ ഉള്ളിലുള്ള ഓരോ ചുളകളായിട്ടാണ് മാറുക, ചക്കച്ചുളകളായിട്ട് മാറും. ഇനി ആ ഫ്ലവറിൻ്റെ ഉള്ളിലത്തെ ഒവിയൂൾ എന്തായി മാറും? ചക്കക്കുരുവായിട്ട് മാറും. പക്ഷേ എല്ലാ പൂക്കളും ഇങ്ങനെ ചക്കച്ചുളയായിട്ട് മാറില്ല. കുറേ എല്ലാ പൂക്കളിലും പരാഗണം സംഭവിച്ച പൂക്കൾ, അതായത് എന്താ പറയുക, ഈ മെയിൽ ഗ്യാമറ്റ്സ് വന്ന് വീണ പൂക്കൾക്ക് മാത്രമേ മാറ്റം സംഭവിച്ചിട്ട് അത് ഫ്രൂട്ടായിട്ട്, അതായത് ചക്കച്ചുളയായിട്ട് മാറുള്ളൂ. ബാക്കി ഇടയിലുള്ള കുറേ പൂക്കൾ അങ്ങനെ തന്നെ അത് ചക്കച്ചുളയായിട്ട് മാറില്ല. അതെന്താവും? അത് ചക്കച്ചവണിയായിട്ട്, ചവണികൾ കുറേ ഉണ്ടായിരിക്കും ചക്ക മുറിക്കുമ്പോൾ ഇല്ലേ. ഈ ചവണികളൊക്കെ ഈ പൂക്കളായിരുന്നു. ഈ ജാക്ക് ഫ്രൂട്ടിൻ്റെ പൂക്കൾ ഇങ്ങനെ പോളിനേഷൻ നടക്കാത്ത, വാട്ട് ഹാപ്പൻസ് ടു ഫ്ലവേഴ്സ് ദാറ്റ് ഡു നോട്ട് ടേൺ ഇൻ ടു ഫ്രൂട്ട്സ് ആയിട്ട് മാറാത്ത പൂക്കൾക്ക് എന്താണ് സംഭവിച്ചത്? ദേ ടേൺ ഇൻ ടു ചക്കച്ചവണി. ദേ ഓൾ. ഇനി ഇതെല്ലാം കൂടി ഇതിന് മൊത്തത്തിലൊരു കവറിങ് കൊടുത്തിട്ട് അതൊരൊറ്റ ഫ്രൂട്ടായിട്ട് നമുക്ക് കിട്ടും. മനസ്സിലായോ? ദേ ആർ ഓൾ അറേഞ്ച് ഇൻസൈഡ് എ കോമൺ കവറിങ്. ഒരു പൊതുവായിട്ടുള്ളൊരു കവറിങ്ങിൻ്റെ ഉള്ളിൽ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കറക്റ്റ് അടുക്കി പെറുക്കി നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ആസ് എ സിംഗിൾ ഫ്രൂട്ട്. സച്ച് ഫ്രൂട്ട്സ് ആർ കോൾഡ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. അങ്ങനെയുള്ള ഫ്രൂട്ട്സിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. അപ്പം ചക്കയുടെ കാര്യം മനസ്സിലായി. ചക്കയ്ക്ക് നല്ലൊരു വ്യത്യാസം, ഭയങ്കര ഒരു വെറൈറ്റി ഉണ്ട് അല്ലേ? ബാക്കിയുള്ള പോലെയല്ല. എന്താണ് ചക്കയുടെ പ്രത്യേകത? ഒരൊറ്റ തണ്ടിൽ നൂറുകണക്കിന് പൂക്കൾ ഉണ്ടായിരിക്കും. നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ പൂവും ഓരോ ഫ്രൂട്ടായിട്ട് മാറും. ഇത് ഓരോ പൂവും ഓരോ ഡിഫറെൻറ്റ് ചക്കയായിട്ടല്ല മാറുന്നത്, ചക്കച്ചുളയായിട്ടാണ് മാറുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ ഒവിയൂള് സീഡായിട്ട് മാറും. ഇങ്ങനെ ഫ്രൂട്ടായിട്ട് മാറാത്ത പൂക്കളായിട്ട് കുറേ പൂക്കൾ ഉണ്ടാവുക ചക്കച്ചവണിയായിട്ട് ഇരിക്കും. ഇനി ഇതിൻ്റെ മൊത്തത്തിലൊരു കവറിങ് വന്നിട്ട് നമുക്ക് ഒരൊറ്റ ഫ്രൂട്ടായിട്ട് നമുക്ക് കിട്ടും. അതുപോലത്തെ കുറേ കൊലകൾ ആ മാവുമലല്ല പ്ലാവുമല ഉണ്ടായിരിക്കും. അതൊക്കെ അങ്ങനെ ഓരോ ജാക്ക് ഫ്രൂട്ടായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഇനി എന്താ പറയുന്നത്? Now you are, which is more in a jackfruit, the fruit or the unfertilized flowers that do not become fruit? ഒരു ചക്കയിൽ എന്തായിരിക്കും കൂടുതലുണ്ടായിരിക്കുക? ഫ്രൂട്ടായിട്ട് മാറിയിട്ടുള്ള പൂക്കളാണോ, അതല്ലെങ്കിൽ ഫ്രൂട്ട് ആവാത്തതാണോ ഉണ്ടാവുക? ചുളക്കാളും കൂടുതൽ ചക്കച്ചവണി തന്നെയായിരിക്കും കൂടുതലുണ്ടായിരിക്കുക അല്ലേ? അപ്പോൾ the flowers that do not become fruits, അതായിരിക്കും കൂടുതലുണ്ടാവുക അല്ലേ, അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ളത്. Now you are familiar with different kinds of fruits. അപ്പോൾ നിങ്ങൾക്ക് കുറേ ടൈപ്പ് ഫ്രൂട്ട്സുകളെ പറ്റി പഠിച്ചല്ലോ. എക്സാമിൻ ദ ഫ്രൂട്ട്സ് യൂസ്ഡ് അറ്റ് ഹോം. ഇനി നിങ്ങൾ വീട്ടിൽ ഓരോ ഫ്രൂട്ട്സിനെ ഇതുപോലെ എക്സാമിൻ ചെയ്തിട്ട്, ഇപ്പം നമ്മൾ സിമ്പിൾ ഫ്രൂട്ട്സ് പഠിച്ചു, പിന്നെന്താണ് അഗ്രഗേറ്റ് ഫ്രൂട്ട്സ് പഠിച്ചു. ഞാൻ അടുത്ത് നോക്കിയേ, അടുത്ത ടോപ്പിക്കാണ് ദ ഡിസ്ഗൈസ്ഡ്. ഇൻ സം പ്ലാന്റ്സ് പാർട്സ് ലൈക്ക് പെഡിസൽ, തലാമസ് എക്സെട്ര ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താണ് ഫ്രൂട്ടായിട്ട് മാറുക? ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറിയിരുന്നത് പൂവിൻ്റെ. അതേസമയം പൂവിൻ്റെ പെഡിസലും തലാമസും ഫ്രൂട്ടായിട്ട് മാറുന്നു ചില ചെടികളിൽ, ചില പ്ലാന്റ്സിൽ. ഇങ്ങനെയുള്ള ഫ്രൂട്ട്സിനെ പറയുന്നതാണ് ദീസ് ആർ കോൾഡ് ഫോൾസ് ഫ്രൂട്ട്സ് എന്ന് പറയും. ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ്. അപ്പം ഇങ്ങനത്തെ ഫോൾസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം കൊടുത്ത് കാഷ്യൂ ഫ്ലവേഴ്സ്, കാഷ്യൂ നട്ട്, കാഷ്യൂ ആപ്പിൾ ഒക്കെ കണ്ടില്ലേ? ഈ കാഷ്യൂ ആപ്പിളിൻ്റെ എന്താണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്? തലാമസും പെഡിസലും ഒക്കെയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ സീഡ് പുറത്താണ് അല്ലേ, ഉള്ളിലല്ല. ഒരുവിധം എല്ലാ ഫ്രൂട്ട്സിൻ്റെ, ഒരുവിധം എന്നല്ല
മിക്കവാറും എല്ലാ ഫ്രൂട്ട്സിൻ്റെയും ഉള്ളിലാണ് സീഡ്സ് ഉണ്ടായിരിക്കുക. നമ്മൾ ആ ഫ്രൂട്ട്സ് മുറിക്കുമ്പോഴാണ് ഉള്ളിലാണ് സീഡ് ഉണ്ടായിരിക്കുക. പക്ഷെ ഇതിന്റെ സീഡ് കണ്ടോ പുറത്താണ്. അപ്പൊ എന്തുണ്ടാവും? സീഡ് ഡിസ്പേഴ്സലിന് ഇത് ഹെൽപ്പ് ചെയ്യും. അതായത് സീഡുകൾ പല സ്ഥലത്ത് ഇങ്ങനെ വിതരണം ചെയ്ത്, അതായത് എന്താ പറയാ, പല സ്ഥലങ്ങളിലേക്ക് പോയി വേറെ സ്ഥലങ്ങളിൽ ഇതിന്റെ വിത്ത് കിടന്ന് മുളച്ച് ഈ ചെടികൾ ഉണ്ടാവാനായിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ? ഇപ്പോൾ വവ്വാലോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പക്ഷികളൊക്കെ ഈ അണ്ണാറക്കണ്ണന്മാരും ഒക്കെ ഈ കാഷ്യൂ ആപ്പിള് കൊണ്ടുപോയി വേറെ സ്ഥലത്ത് ഇരുന്ന് കഴിച്ച് അത് അവിടെ ഇടും. അതിന്റെ ബാക്കി റിമൈനിങ് ബാക്കി ഉണ്ടെങ്കിൽ അതും പിന്നെ അല്ലെങ്കിൽ ഈ ഇതിന്റെ സീഡ് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അത് അവിടെ കിടന്ന് ആ ട്രീ ഉണ്ടാകും. അങ്ങനെ സീഡ് ഡിസ്പേഴ്സലിന് ഹെൽപ്പ് ചെയ്യും ഈ ഫോൾസ് ഫ്രൂട്ട്സിൽ. അപ്പോൾ ഫോൾസ് ഫ്രൂട്ട്സിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പെഡിസൽ ആൻഡ് തലാമസ് ആണ് എന്തായി മാറുന്നത്? ഫ്രൂട്ടായിട്ട് മാറുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. സിമ്പിൾ ഫ്രൂട്ട് ഉണ്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഉണ്ട്, ഫോൾസ് ഫ്രൂട്ട് ഉണ്ട്. 3 മനസ്സിലായില്ലേ? ഒരു ഫ്ലവറിൽ നിന്നും ഒരു ഫ്രൂട്ട് ഉണ്ടാവുന്നുള്ളൂ എങ്കിൽ അതിന് സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയും. ഒരു ഫ്ലവറിൽ നിന്ന് കുറേ ഫ്രൂട്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് എന്ന് പറയും. തലാമസും പെഡിസലും ചേഞ്ച് ചെയ്തിട്ട് മാറ്റം സംഭവിച്ച് ഫ്രൂട്ടായിട്ട് മാറുകയാണെങ്കിൽ അതിന് ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയും. ഇനി ഈ ഫ്രൂട്ട് ആൻഡ് ഫ്ലവർ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലെസൺ കഴിഞ്ഞു. ഫ്ലവേഴ്സ് ആർ സീൻ. എന്താണ്? എക്സാമിൻ ദ ഫിഗേഴ്സ് given below and find out the right statement related to each fruit. ഓരോ ഫ്രൂട്ടിനെ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് മാർക്ക് ചെയ്യാനാണ് പറയുന്നത്. സ്ട്രോബെറി തന്നിരിക്കുന്നു, ചില്ലി തന്നിട്ടുണ്ട്, അറക്കാനായിട്ട് തന്നിട്ടുണ്ട്. ഫ്ലവേഴ്സ് ആർ സീൻ ആസ് ഇൻഫ്ലോറസൻസ്. കൊലകൊലയായിട്ട് പൂവ് കാണുന്നത് ഇതിലത്തെ ഏത് ഫ്രൂട്ടിനായിരിക്കും? അപ്പോൾ കൊലകൊലയായിട്ട് പൂവ് ഉണ്ടാവുന്നെങ്കിൽ ആ ഫ്രൂട്ടും കൊലയായിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ? അപ്പൊ അതിലത്തെ ഏതാണെന്ന് കണ്ടാൽ തന്നെ നമുക്കറിയാലോ. അറക്കാനായിട്ട് കണ്ടില്ലേ? ഒരു കൊലയിൽ കുറെ, അപ്പൊ അതിന്റെ പൂവ് എങ്ങനെ ഇരിക്കും? കൊലയിട്ട് ഇൻഫ്ലോറസൻസ്. മോർ ദാൻ 1 ഓവറി ഇൻ എ ഫ്ലവർ. ഒരു ഫ്ലവറില് ഒന്നിലധികം ഓവറി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. അപ്പൊ എന്താണെന്ന് നോക്കിയേ? സ്ട്രോബെറി. ഫ്ലവേഴ്സ് ആർ സീൻ 1 by 1. സിംഗിൾ ഫ്ലവർ അല്ലെങ്കിൽ സിംഗിൾ ഫ്രൂട്ട്. അതെന്താണ്? ചില്ലി. We see flowers of different sizes every day. How many kinds of fruits we eat? നമ്മൾ ധാരാളം ഫ്ലവേഴ്സിന് ദിവസവും കാണുന്നുണ്ട്. എത്ര തരം ഫ്രൂട്ട്സ് ആണ് നമ്മൾ ചെയ്യുന്നത്? Do you observe them closely? Observe the grass, climbers and other kinds of plants in your surroundings. How interesting it is to watch the flowers in them and the pollinating insects that come to them. Write the observation note in your science diary. Collect the pictures of various flowers and fruits and arrange them and paste them in the album. അതായത് ഇവർ പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് നമ്മുടെ പ്രകൃതി, ഈ പ്രകൃതിയിലത്തെ പല ചെടികൾ, ആ ചെടികളിലുണ്ടാകുന്ന പൂക്കൾ, ആ പൂക്കളിൽ നടക്കുന്ന പോളിനേഷൻ, ആ പൂക്കളുടെ പോളിനേഷന് ശേഷം ഉണ്ടാകുന്ന ഫ്രൂട്ട്സ്, ഇതിനെയൊക്കെ ഇങ്ങനെ പ്രകൃതിനെ ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ സുന്ദരമായൊരു കാര്യം വേറെ ഇല്ല. എല്ലാവർക്കും അതിന് ചാൻസ് കിട്ടില്ല. ഇപ്പോൾ സിറ്റികളിലും ഫ്ലാറ്റിലും ഒക്കെ താമസിക്കുന്നവർക്കൊന്നും അതിനുള്ള ചാൻസ് ഇല്ല. പക്ഷെ അല്ലാത്തവർക്ക് ഇത് എന്താ പറയുക, അത് വളരെ സുന്ദരമായ കാര്യമാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ പ്രകൃതിനെ നിരീക്ഷിക്കുക, ഇങ്ങനെ പലതരം പൂക്കളുടെ പിക്ചേഴ്സ് കളക്ട് ചെയ്യുക, ഫ്രൂട്ട്സിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ആൽബത്തിലൊക്കെ ഒട്ടിക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെ ഫ്ലവർ ടു ഫ്ലവർ എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു ലെസൺ നമ്മുടെ ഇവിടെ അവസാനിച്ചു. പൂക്കളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പൂക്കളുടെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് എല്ലാം നന്നായി മനസ്സിലായല്ലോ. അപ്പം നമുക്കിനി അടുത്ത ലെസണായിട്ട് വരുമ്പോൾ കാണാം.